ഹായ്, ഞാൻ രതി 2.0യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് മനുവിൻ്റെയും അവൻ്റെ മാമിയുടെയും സ്റ്റോറിയാണ്. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ സന്തോഷ നിമിഷങ്ങൾ മനു നമ്മളോട് പങ്കുവെക്കുകയാണ്. ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പൺ വെർഷൻ കേൾക്കാനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ വന്നിട്ട് അഡ്മിന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ നേരെ ഒട്ടും കളയണ്ട, മനു അവന്റെ കഥ പറയുന്നത് നമുക്ക് കേൾക്കാം. എന്താ, ഞാൻ മനു. +2 പഠിക്കുമ്പോഴാണ് എന്റെ മാമന്റെ വിവാഹം കഴിയുന്നത്. എന്റെ മാമൻ വിവാഹം കഴിക്കുന്നത് മാമൻ അമേരിക്കയിലായിരുന്നു. അതുകൊണ്ട് തന്നെ വിവാഹം ഒരുപാട് വൈകി. കല്യാണം വളരെ ഗംഭീരമായിരുന്നു. ഞാൻ എൻ്റെ അമ്മായിയെ ആദ്യമായി കാണുന്നത് അന്ന് കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ്. സുമി എന്നായിരുന്നു അമ്മായിയുടെ പേര്. അമ്മായിക്ക് 20 വയസ്സ് മാത്രമാണ് പ്രായം. എന്നാൽ മാമന് 36 വയസ്സുണ്ടായിരുന്നു. അന്ന് പലരും പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് അമ്മായി നല്ല ഡാൻസർ ആണെന്ന്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ കടന്നുപോയി. ഞാൻ എൻ്റെ കൗമാരത്തിൽ നിന്നും യൗവനത്തിലേക്ക് ചേക്കേറി. ഇപ്പോൾ ഞാൻ ചാലക്കുടിയിൽ ജോലി ചെയ്യുന്നു. ഈ സമയത്ത് അമ്മായിക്ക് ഒരാൺകുട്ടി ഉണ്ടായി. മാമനാണെങ്കിലോ അമേരിക്കൻ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ തന്നെ കൂടി. ഞങ്ങളുടെ വീടിന് അടുത്ത് തന്നെയാണ് മാമനും വീട് വെച്ചിട്ടുള്ളത്. ഞങ്ങളുടെ 2 വീടുകളുടെയും നടുവിലായി 1 ഏക്കറോളം വരുന്ന ഒരു കാടുണ്ട്. റോഡിലൂടെ പോകാനാണെങ്കിൽ കുറെ വളഞ്ഞു ചുറ്റിയൊക്കെ പോണം. പക്ഷേ ഷോർട്ട് കട്ട് അടിച്ചു പോകാൻ ഞങ്ങൾ ചിലപ്പോൾ കാട്ടിലൂടെ പോകാറുണ്ട്. മാമന്റെ വീട്ടിൽ നിന്നും ആ കാട്ടിലേക്ക് ഒരു എൻട്രൻസ് ഉണ്ട്. പാമ്പും മറ്റെഴജന്തുക്കളൊക്കെ പേടിച്ച് എപ്പോഴും ഒന്നും ആരും അതുവഴി പോകാറൊന്നുമില്ല. എന്നാൽ 13 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് കാട്ടിലൂടെ സുമിയമ്മായി മോനെയും കൂട്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. മാമനും അമ്മായും താമസം അടുത്താണെങ്കിലും ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാം വളരെ ഫോർമലായ സംസാരങ്ങൾ മാത്രം. ആള് അമ്മയെ കാണാൻ വന്നതാണ്. അമ്മായിക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് ചുരിദാർ തയ്ക്കുന്നതിനും മറ്റുമാണ് ഇപ്പോൾ വന്നത്. വന്ന ആവശ്യം കഴിഞ്ഞ് അവർ പോയി. പിന്നീട് 1 വർഷത്തോളം കഴിഞ്ഞാണ് ഞാൻ അവരെ കാണുന്നത്. അന്നൊരു ഓണക്കാലമായിരുന്നു. അന്ന് മാമനും അമ്മായും കൂടെ അമ്പലത്തിൽ പോയിട്ട് തിരികെ വരുന്ന വഴിയാണ് എൻ്റെ വീട്ടിൽ കയറിയത്. ഞാനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയമായിരുന്നു. അമ്മായിയുടെ കാര്യത്തിൽ ഞാൻ വണ്ടടിച്ചു പോയത് ആ നിമിഷമാണ്. മുമ്പ് കണ്ട അമ്മായിയെ ആയിരുന്നില്ല അന്ന് ഞാൻ കണ്ടത്. ആളാകെ മാറിയിരിക്കുന്നു. ഒരു ക്രീം കളർ സെറ്റ് സാരിയിൽ സ്ക്വയർ ബാക്ക് നെക്കിൽ മുടിയഴിച്ചിട്ട് ഒരു അപ്സരസിനെ പോലെ തോന്നിച്ചു. മുമ്പത്തെ അമ്മായിയുടെ രൂപത്തെ ഞാൻ പറയാത്തത് എന്താണെന്നോ, എനിക്കന്നൊന്നും ഒരാകർഷണവും അമ്മായി തോന്നാത്തത് കൊണ്ടാണ് കേട്ടോ. അന്ന് ചെറുപ്പമായിരുന്നു. പക്ഷേ മുന്നും പിന്നുമൊക്കെ അത്രയ്ക്കങ്ങോട്ട് എന്താ പറയുക, ഒന്നും പ്രത്യേകിച്ച് തോന്നത്തില്ലായിരുന്നു. അതിന് ഒരു പ്രത്യേക കാരണം ഉണ്ടായിരുന്നു കേട്ടോ. അമ്മായി എപ്പോഴും വളരെ ലൂസ് ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് ധരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നും ശരിക്കും കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല കേട്ടോ. ആ ശരീര സൗന്ദര്യം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ആ മുന്നഴകും പിന്നഴകും എല്ലാം. ഇപ്പോഴാണെങ്കിലോ അമ്മയുടെ ചുണ്ടുകൾ കൂടുതൽ വിടർന്നു. അമ്മായിയുടെ മുന്നഴകും പിന്നഴകും കണ്ട ഏതൊരാണിന്റെയും മനസ്സിളകുന്ന തരത്തിലായിരുന്നു. അത്രയ്ക്ക് മനോഹരമാണ് അമ്മായിയെ ആ സാരിയിൽ കണ്ടിട്ട്. അമ്മായി തിരിയുമ്പോൾ ഞാൻ എല്ലാം നോക്കി ആസ്വദിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അമ്മായി എന്നെ ഒന്ന് നോക്കിയത്. ഞാൻ അമ്മായിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നത് അമ്മായിക്ക് മനസ്സിലായി.
അമ്മായി പെട്ടെന്ന് തന്നെ സാരിയൊക്കെ ഒന്ന് നേരെയാക്കി. പിന്നെ എന്റെ മുഖത്തേക്ക് പോലും ഒന്ന് നോക്കിയില്ല. അവരെന്തൊക്കെയോ ഡാൻസ് ക്ലാസ്സിനെ കുറിച്ചും മറ്റും അമ്മയോട് പറയുന്നത് കേട്ട് അധിക നേരം ഞാനും അവിടെ നിന്നില്ല. മാമനോട് പുറത്തേക്ക് പോവാണെന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ മനസ്സിൽ മുഴുവൻ അമ്മായിയുടെ മുഖമായിരുന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഞാൻ ബൈക്ക് ഓടിച്ച് വരുമ്പോഴാണ് ഒരു അൺനോൺ നമ്പറിൽ നിന്നും കോൾ വന്നത്. എടുത്ത് സംസാരിക്കാൻ നോക്കി, ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ കോൾ കട്ട് ചെയ്ത് വീട്ടിൽ വന്നു. കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോഴാണ് അമ്മ എൻ്റെ അടുത്ത് വന്നത്. ഡാ, നിന്റെ നമ്പർ സുമി വാങ്ങിയിരുന്നു. അടുത്ത തിങ്കളാഴ്ച അമ്പലത്തിൽ അവിടെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. ഇവിടെ ക്ഷണിക്കാൻ വന്നതാ. നീ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നിന്നോട് പ്രത്യേകം ക്ഷണിക്കാനായിട്ട് നിന്റെ നമ്പരും വാങ്ങിയാ പോയത്. അവളങ്ങനെ വിളിച്ചായിരുന്നോ? എന്നെ വിളിച്ചില്ല. അപ്പോഴാണ് ഞാൻ ഓർത്തത് എനിക്ക് വന്ന കോൾ സുമിയുടേതാകാമെന്ന് തോന്നി. അപ്പോഴാണ് എനിക്ക് തോന്നിയത് എനിക്ക് വന്ന കോൾ സുമിയമ്മയുടേതായിരിക്കുമെന്ന്. ഞാൻ കിടക്കാൻ സമയം ഒരുപാട് വൈകും. കിടക്കുന്നതിന് മുമ്പ് എന്നും എന്തെങ്കിലുമൊക്കെ നോവലോ ഷോർട്ട് സ്റ്റോറീസോ ഒക്കെ വായിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് 11:30 ആയപ്പോഴാണ് ഉറങ്ങാൻ കിടന്നത്. ആ സമയം സുമി അമ്മായിയെ ഓർത്തപ്പോൾ ഫോൺ കയ്യിലെടുത്തു. സമയം വൈകിയതിനാൽ വിളിച്ചില്ല. വാട്സാപ്പിലുണ്ട്, മെസ്സേജ് അയക്കാമെന്ന് കരുതി നോക്കിയപ്പോൾ അക്കൗണ്ട് ഉണ്ട്. ഒരു ഹായ് അയച്ചു. അപ്പോൾ തന്നെ റിപ്ലൈ വന്നു. ഹായ്, എന്നെ വിളിച്ചിരുന്നു അല്ലേ? ആ, ഞാനാടാ സുമിയമ്മായി. അമ്മ പറഞ്ഞിരുന്നു വിളിക്കുമെന്ന്. ഡാ, അടുത്ത 15-നാണ് എന്റെ ഡാൻസ് പ്രോഗ്രാം. നമ്മുടെ അമ്പലത്തിൽ വെച്ചാ. നീ വരണം. അധികം ആരും ഉണ്ടാവില്ല. ഇവിടുന്ന് തന്നെ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. അത് കേട്ടതും ഞാൻ റിപ്ലൈ കൊടുത്തു. ഞാനും ഉണ്ടാവില്ല മാമി. സത്യം പറഞ്ഞ എനിക്ക് ഡാൻസിനെ കുറിച്ച് ഒന്നും അറിയില്ല. എനിക്കിതൊക്കെ അലർജിയാണ്. ഏയ്, അങ്ങനെ പറയരുതടാ. എന്റെ എത്ര നാളത്തെ ആഗ്രഹമാണെന്ന് അറിയുമോ? ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ തന്നെ. നിങ്ങളെല്ലാം താല്പര്യമില്ലെന്ന് പറഞ്ഞാ മതിയല്ലോ. ആരും വരണ്ട. ബൈ, ഗുഡ് നൈറ്റ്. വലിയൊരു എഫേർട്ടിനെ വളരെ താഴ്ന്ന നിലയിൽ തരം താഴ്ത്തിയതായി എനിക്ക് തോന്നി. അവർ എന്റെ നമ്പർ സേവ് ചെയ്തിരുന്നില്ല, അതുകൊണ്ട് DP കണ്ടില്ല. എനിക്കൊരു മെസ്സേജ് അയക്കണമെന്ന് തോന്നി അയച്ചു. ആരൊക്കെ വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ വന്നിരിക്കും. കുച്ചിപ്പുടി കണ്ട് ഒന്നും മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ അവിടെ ഉണ്ടാകും. പോരെ? അത് കഴിഞ്ഞ് ഞാൻ കിടന്നു. ഏകദേശം 12:30 ആയപ്പോൾ റിപ്ലൈ വന്നു. താങ്ക്സ്, വന്നോളൂ. ഈ ഒരു ഹെൽപ്പ് എനിക്ക് വേണ്ടി ചെയ്യടാ. പോയി ഉറങ്ങിക്കൂടെ? നേരം എത്രയായി? ഓ, അതിന് നിന്റെ മാമൻ വരണ്ടേ? എവിടെയോ പാർട്ടി ഉണ്ടെന്നും പറഞ്ഞ് പോയതാ. ഭക്ഷണം വെച്ച് കാത്തിരുന്ന് ഞാൻ മടുത്തു. നാളെ രാവിലെ പ്രാക്ടീസ് ഉള്ളതാ. അയ്യോ, എന്തിനാണ് എല്ലാത്തിനും ഇങ്ങനെ സെന്റിമെന്റലായി കാണുന്നത്? ജസ്റ്റ് റിലാക്സ്. എടാ, എന്റെ പ്രോബ്ലം കൊണ്ട് ഞാൻ അറിയാതെ ഇമോഷണലായി പോകുന്നതാ. നീ എന്താടാ ഉറങ്ങാത്തെ? നേരം വിളിക്കാറായല്ലോ. ഞാൻ വായിക്കാനിരുന്നതാ. എല്ലാം കഴിഞ്ഞപ്പോഴാ മെസ്സേജ് അയച്ചത്. ഉറങ്ങി തുടങ്ങിയപ്പോഴാ അമ്മായി ലാസ്റ്റ് മെസ്സേജ് അയച്ചത്. ഇപ്പൊ ഉണ്ടായിരുന്ന ഉറക്കം കൂടെ പോയി. നീ വായിക്കുവോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഒരു അത്ഭുതം. ഈ തറവാട്ടിൽ ആദ്യമായാണ് ഒരാൾ വായിക്കുന്നതാണെന്ന് അറിയുന്നത്. അതുകൊണ്ട് ചോദിച്ചതാ. ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് അടുത്ത പോലെ തോന്നി. ഇടയ്ക്ക് അവരുടെ DP പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ മനസ്സിലായി നമ്പർ സേവ് ചെയ്തെന്ന്. എന്നും രാവിലെ ഒരു ഗുഡ് മോർണിംഗ്, രാത്രി ഒരു ഗുഡ് നൈറ്റ്. അതങ്ങനെ സ്ഥിരമായി. പതിയെ പതിയെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. ഒരുപാട് വർഷത്തെ പരിചയമുണ്ടെങ്കിലും ഇപ്പോഴാണ് ഒരുപാട് അടുത്ത് സംസാരിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ രണ്ടാളും തുറന്നു പറഞ്ഞു. പുലരുവോളം ഇരുന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോഴും വീഡിയോ കോൾ ചെയ്യുമ്പോഴും ഒരിക്കൽ പോലും ഞങ്ങൾ മോശമായി ഒന്നും തന്നെ ചിന്തിച്ചിരുന്നില്ല.
പക്ഷെ കോൾ ചെയ്യുമ്പോൾ അവൾ ചുരിദാറാണ് ഇടാറുള്ളത്, ഷാൾ ഉപയോഗിക്കാറില്ല. അങ്ങനെ പ്രോഗ്രാം ഡേ വന്നു. ഞാൻ സ്റ്റേജിനരികിൽ നേരത്തെ വന്നിരുന്നു. മാമനെയും മറ്റാരെയും കണ്ടില്ല അവിടെ. കുറെ നേരത്തിന് ശേഷം അമ്മായിയെ മേക്കപ്പ് ചെയ്ത വേഷത്തിലാണ് കണ്ടത്. അപ്പോഴാണ് അറിഞ്ഞത് വീട്ടിൽ നിന്നും ആരും വന്നിട്ടില്ല എന്ന്. മാമൻ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. മകനെ അവർക്ക് കൂട്ടിരുത്തി മാമൻ എറണാകുളം വരെ പോയതാണെന്ന് അമ്മായി ഒരു വിഷമത്തോടെ എന്നോട് പറഞ്ഞു. എടാ, പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകുമോ? ഇല്ലെങ്കിൽ ഓട്ടോ വിളിച്ചു പോകണോ? ഉം കൊണ്ടുപോകൊക്കെ ചെയ്യാം, പക്ഷേ ചെലവ് ചെയ്യേണ്ടി വരും. ഓക്കെ ആണോ? അതൊക്കെ ചെയ്യാടാ. പ്രോഗ്രാം കഴിയുന്നതും കാത്ത് ഞാൻ അവിടെ തന്നെ നിന്നു. എനിക്ക് ഈ ക്ലാസിക്കൽ ഡാൻസ് പണ്ടേ അലർജിയാണ്. എന്നാലും ഞാൻ സുമിയെ നോക്കി നിന്നു. പരിപാടി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി അമ്മായി എന്റെ വണ്ടിയിൽ കയറി. ഞങ്ങൾ യാത്ര തിരിക്കുമ്പോൾ അമ്മായിയുടെ കൈ എന്റെ തോളിലായിരുന്നു. ഒപ്പം അമ്മായി എന്നോട് ചേർന്നിരുന്നു. എടാ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ ഡാൻസ്? അടിപൊളി. ഒന്നും മനസ്സിലായില്ല. ആണോ? ശോ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ ആ വേഷത്തിൽ കാണാൻ? അത് പിന്നെ ഓവർ മേക്കപ്പ്, പിന്നെ പിന്നീട് ഒരു ഇത്തിരി കൂടുതലായിരുന്നു. അയ്യേ, ആ എന്റെ അമ്മോ, എന്തൊരു പിച്ചാ പിച്ചുന്നത്! അമ്മായി എന്നെ ഒരു കള്ള ചിരിയോടെ എന്റെ പള്ളക്ക് പിച്ചി. എനിക്ക് നല്ല വേദന എടുത്തു. അപ്പോ നീ അത് നോക്കിയിരിക്കായിരുന്നോ? ഛേ, നേരം പോണ്ടേ, അതുകൊണ്ടാ. കൊള്ളാം. അമ്മായി എന്തോ ആലോചിച്ചുകൊണ്ട് വണ്ടിയിൽ നോക്കിയിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നെ പിച്ചിയ കൈ എന്റെ പള്ളയിൽ തന്നെ വെച്ചു. വീട്ടിലെത്തി അമ്മായി ഇറങ്ങുമ്പോൾ അവർ എന്നെ ഒരു വല്ലാത്ത നോട്ടം നോക്കി. ഒരിക്കൽ പോലും പ്രേമിച്ചില്ലെങ്കിലും പ്രണയം ഞാൻ ആ നോട്ടത്തിൽ കണ്ടിരുന്നു. അവർ എന്നിൽ നിന്നും നടന്നു നീങ്ങുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട എന്തോ ഒന്ന് അകന്നു പോകുന്ന ഒരു ഫീൽ എനിക്ക് തോന്നി. അന്ന് രാത്രി ഒരുപാട് നേരം ചാറ്റ് ചെയ്തും വീഡിയോ കോൾ ചെയ്തു വരുന്നു. പക്ഷെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നോക്കിയ ആ നോട്ടം മാത്രം പിന്നീട് കണ്ടതേയില്ല. അമ്മായി, ഞാൻ കിടക്കട്ടെ, ഉറക്കം വരുന്നു. ഓക്കേടാ, നീ ഞാനൊരു കാര്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യുവോ? ആദ്യം പറ, എന്നിട്ട് ഞാൻ പറയാം. എടാ, നമ്മൾ തമ്മിൽ അധികം ഏജ് ഡിഫറൻസ് ഇല്ലല്ലോ. നമ്മൾ മാത്രമുള്ളപ്പോൾ നീ എന്നെ സുമി എന്ന് വിളിക്കുവോ? ഈ അമ്മായി ഒരു വല്ലാത്ത ബോറിംഗ് ആണ്. നോക്കട്ടെ. അപ്പോൾ പോയി കണ്ണടച്ച് കിടക്കാൻ നോക്ക് സുമി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ സമയത്ത് വീണ്ടും അവരുടെ കണ്ണുകളിൽ ഞാൻ കാത്തിരുന്ന ഒന്നിനെ വീണ്ടും കണ്ടു. സന്തോഷം. അന്ന് സുമിയെ ഓർത്ത് ഞാൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി. ഒരു ദിവസം ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് കാണുന്നതിനിടയിലാണ് സുമിയുടെ സ്റ്റാറ്റസ് കണ്ടത്. ഒരു ബ്ലൂ ചുരിദാറിട്ട് വാഗമരത്തിന്റെ താഴെ നിൽക്കുന്നു. ആ ഫോട്ടോയില് അവളിട്ടിരുന്ന ചുരിദാറിന്റെ കഴുത്ത് ഒരല്പം ഇറക്കം കൂടുതലായിരുന്നു. എനിക്കെന്തോ അതത്ര അങ്ങോട്ട് ദഹിച്ചില്ല. ഞാൻ പെട്ടെന്ന് തന്നെ സുമിക്ക് മെസ്സേജ് അയച്ചു. ഹായ്. ഹായ്, എവിടാടാ? ഇവിടെയുണ്ട്. കുക്കിങ്ങിലാണോ നീ? ഞാനൊരു കാര്യം പറഞ്ഞ നീ കേൾക്കുവോ? നീ ആദ്യം പറ, ഞാൻ എന്നിട്ട് ആലോചിക്കാം. അതെ, ഇപ്പോൾ ഇട്ടിട്ടുള്ള വാട്സപ്പ് സ്റ്റാറ്റസ് ഒന്ന് റിമൂവ് ചെയ്യുവോ? അതെന്തിനാ? ഒന്നുമില്ല, പറയുന്നത് ചെയ്യാൻ പറ്റുമോ? എന്താ കാര്യമെന്ന് പറ. അതിൽ നിന്റെ കഴുത്ത് കുറച്ച് കൂടുതലാകട്ടോ. അതിനെന്താ, അത്രയ്ക്ക് പ്രോബ്ലം ആണോ അത്? വേണ്ട, അതൊന്നും അധികം കാണിക്കണ്ട. എനിക്കെന്തോ അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല. നീ പറയുന്നത് കേട്ടെ. ചേട്ടൻ വരെ കണ്ടതാണല്ലോ, എന്നിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെ ഇതിലൊന്നും വലിയ കാര്യമില്ലടാ. ആരെങ്കിലും കണ്ടാലെന്ത്, കണ്ടില്ലെങ്കിൽ എന്ത്? അതെന്താ അങ്ങനെ പറഞ്ഞേ? നിനക്കറിയോ, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും നടന്നിട്ട് തന്നെ വർഷം ഒരുപാടായി. എന്ന് വെച്ചാ ഒന്നുമില്ല. മറ്റേതാണോ? അതെന്താ ചെയ്യാത്തത്? നിങ്ങക്ക് ചെയ്തൂടെ? ഒരാൾ മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആദ്യമെല്ലാം വിഷമം തോന്നിയിരുന്നു.
ഇപ്പോഴെല്ലാം യൂസ്ഡായി. നിനക്ക് ശരിക്കും വിഷമം തോന്നില്ലേ? അവൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ മറുപടി പറയുവോ? എന്താടാ സുമി, നിനക്കപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് വരുമ്പോൾ നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? കണ്ണടച്ച് കിടക്കും. നീ വേറെ എന്തെങ്കിലും ചോദിക്ക്. നിനക്ക് തന്നെത്താനെ ആയിക്കൂടെ? പോടാ, അതൊന്നും ചെയ്യാൻ തോന്നണില്ല. ഒരാളെ മനസ്സിലാക്കാൻ അടുത്ത് കിടന്നോണ്ടൊന്നും കാര്യമില്ലടാ. നീ കല്യാണം കഴിക്കുമ്പോൾ ഈ അവസ്ഥയൊന്നും വരരുത് കേട്ടോ. എല്ലാം നോക്കിയും കണ്ടും നീ ചെയ്യണം. ആ പിന്നെ, നിനക്ക് എങ്ങനത്തെ പെൺകുട്ടിയാ വേണ്ടത്? എന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ടോ? എനിക്കെന്തോ എന്തും എങ്ങനെയും പറയാമെന്ന ധൈര്യം ഈ കഴിഞ്ഞ സംസാരങ്ങളിലൂടെ കിട്ടി. ഒരിക്കലും എനിക്ക് സുമിയോടുള്ള എന്റെ വികാരം ഞാൻ തുറന്നു പറയില്ലെന്ന് ഉറപ്പിച്ചിരുന്നു. പിന്നെ ഇഷ്ടം പോലെ. അതൊക്കെ എങ്ങനെ വേണമെന്ന് വരെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആഹാ, പറഞ്ഞു വന്ന് ഞാനൊന്ന് കേൾക്കട്ടെടാ. അതെന്തിനാ? പറയടാ. നിന്റെ ടേസ്റ്റ് എങ്ങനാന്നറിയാനാ. എന്റെ പരിചയത്തിൽ ആരേലും ഉണ്ട്? നോക്കാലോ. പറയാണ്, എനിക്കെല്ലാം പറയണം. ഫസ്റ്റ് ഡേ ഒക്കെ. അതിനെന്താ, നീ പറഞ്ഞോടാ. ദേ, ഞാനൊരു ലിമിറ്റും വെക്കില്ല കേട്ടോ. എല്ലാം ഓപ്പണായി കേൾക്കാൻ താല്പര്യമുണ്ടൽ പറയാം. നീ പറ. സമയം 12 കഴിഞ്ഞിരുന്നു. ഞാൻ ഞാൻ എന്റെ ആഗ്രഹങ്ങളെക്കുറിച്ച് അവളോട് പറയാൻ തുടങ്ങി. ഹൈറ്റ് എന്റെ അത്രയ്ക്ക് വേണം. നിറം അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെ എന്തിനാണ് ഇമ്പോർട്ടൻസ്? സുമി, ഒന്ന് പറയാൻ സമ്മതിക്കോ നീ? ഓക്കെ ഓക്കെ, കണ്ടിന്യൂ. പിന്നെ മുടി നന്നായി വേണം. അതെന്തിനാടാ? അത് എന്റെ ഒരു ടേസ്റ്റാടോ. എനിക്ക് കിടന്നുറങ്ങുമ്പോൾ ആ മുടിയിഴകൾ എന്നെ ഇങ്ങനെ പൊതിയണം. ഇഷ്ടപ്പെട്ടു. പിന്നെ ഡാൻസ് അറിയണം. ഏ, അതിന് ഡാൻസ് നിനക്ക് ഇഷ്ടമില്ലല്ലോ. പിന്നെന്തിനാ അതൊക്കെ അറിയുന്നേ? അതെ, ഡാൻസ് ചെയ്യുന്ന പെൺകുട്ടികൾക്ക് നല്ല ഭംഗിയുണ്ടെന്നാണ് എല്ലാരും പറയുന്നത്. പിന്നെ ബാക്കി പറ. സുമിക്ക് മനസ്സിലായി ഞാൻ അവളെ ചേർത്ത് പറഞ്ഞതാണെന്ന്. അതുകൊണ്ടാവും ഒന്നും പറയാത്തത്. നല്ല വിടർന്ന ചുണ്ടുകൾ വേണം. പിന്നെ നല്ല ശരീരഭംഗി വേണം. അതൊക്കെ അങ്ങനെയൊക്കെ കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ലടാ. എന്തായാലും നിന്റെ കോൺസെപ്റ്റ് ഒക്കെ കൊള്ളാം. കിടക്കട്ടെ, കിട്ടട്ടെ നിനക്കതുപോലത്തെ ഒരു പെൺകുട്ടിയെ. സുമി, ഞാൻ കല്യാണം കഴിക്കുന്ന കാര്യം മാത്രമല്ല ഉദ്ദേശിച്ചത് കേട്ടോ. ഞാനുമായി ആദ്യമായിട്ട് ചേരുന്ന പെൺകുട്ടിക്കും ഇങ്ങനെയൊക്കെ തന്നെ വേണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞ എന്റെ കോൺസെപ്റ്റ് എല്ലാം സുമിയെ കുറിച്ച് തന്നെയായിരുന്നു. അവൾ എനിക്കൊരു ഹരമായിരുന്നു. ഇനി ഫസ്റ്റ് ഡേ എങ്ങനെയാ? അതിലെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട്, പറയാം. ഫസ്റ്റ് ഡേ അവൾ സാരി ഉടുക്കണം. അതും കുറച്ചിറക്കി ഉടുത്ത് വേണം വരാനായിട്ട്. പിന്നെ മുടി അഴിച്ചിടണം. പിന്നെ സെറ്റ് സാരി വേണം ഉടുക്കാനായിട്ട്, പച്ചക്കരയുള്ളത്. പിന്നെ ബ്ലൗസിന് ലൈനിങ് ഒന്നും വെക്കണ്ട. ഫ്രണ്ടില് ഡയമണ്ട് നെക്ക് വേണം. അത് നന്നായിട്ട് ഇറക്കി വെട്ടുകയും ചെയ്യണം. അങ്ങനെ വേണം ഞാൻ അവളെ ആദ്യമായിട്ട് കാണാൻ. അതെന്തിനാ? അതൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ എന്റെ മനസ്സിലുള്ള ആളെക്കുറിച്ച് ഒരു രൂപം അവൾക്ക് കൊടുത്തു. അതോടൊപ്പം തന്നെ ഒരു ഫോട്ടോയും അയച്ചു കൊടുത്ത്. അത് കണ്ടു കഴിഞ്ഞപ്പോ അവൾ പറഞ്ഞു, കൊള്ളാം. പിന്നെ പറ സുമി, നിനക്കിഷ്ടായോ? കുറച്ചു നേരത്തേക്ക് സുമി ഒന്നും പറഞ്ഞില്ല. ഒരു മെസ്സേജും പിന്നെ അയക്കാതെ ആയപ്പോൾ ഞാൻ വീഡിയോ കോൾ ചെയ്തു. രണ്ടാമത്തെ കോളിലാണ് അവൾ ഫോൺ എടുത്തത്. അവൾ കിടന്നുകൊണ്ടാണ് എന്നെ വിളിച്ചത്. അത് കണ്ട് എനിക്ക് എന്തൊക്കെയോ തോന്നി തുടങ്ങി. ആ നിമിഷം ഞങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടാതെ അങ്ങനെ കുറച്ചു നേരം നോക്കിയിരുന്നു. അവളുടെ ഓരോ ചലനങ്ങളും എനിക്കറിയാമായിരുന്നു. ചുണ്ടുകൾ വിറയ്ക്കുന്നത്, കണ്ണുകൾ ചിമ്മുന്നത്, മുടിയിഴകൾ ചുണ്ടിൽ പതിച്ചിരിക്കുന്നത്.
എന്താണ്? എന്താ? നീ എന്താ മെസ്സേജ് അയക്കാഞ്ഞത്? മെസ്സേജ് അയച്ച് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഓക്കെ. ഞാൻ കോൾ കട്ട് ചെയ്ത് മെസ്സേജ് അയച്ചു. എന്താ സുമി? എടാ, ഒരു ഏകദേശം 7 വർഷത്തോളമായി കാണും ഞാനും മാമനും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോ എനിക്ക് നിന്റെ മാമനെ അല്ലാതെ വേറെ ഒരാളോട് ഒരു താല്പര്യമൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഏയ്, ഞാൻ അതിലൊരു തെറ്റും കാണുന്നില്ല. നീ ഒരു സ്ത്രീയല്ലേ, നിനക്കും ഇല്ലേ ആഗ്രഹങ്ങള്? ഭർത്താവിന് അങ്ങനെ ഇല്ലാന്ന് കരുതി അവൾ എന്തിനെല്ലാം വേണ്ടെന്ന് വെക്കണം? സുമി ഒന്നും പറഞ്ഞില്ല. ഒരു റിപ്ലൈ പോലും വരാത്തത് കൊണ്ട് ഞാൻ തന്നെ വീണ്ടും വായിച്ചു. അല്ല സുമി, ആരാണ് ആ ഭാഗ്യവാൻ? എന്തായാലും നീ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ വീഡിയോ കോൾ ചെയ്തു. ഹലോ പറഞ്ഞില്ലല്ലോ, അത് സീക്രട്ടാ. സുമി, ഇങ്ങനെ കിടന്ന് വീഡിയോ കോൾ ചെയ്യരുത്. ഓ, ഇങ്ങനെ കിടന്ന് ഞാൻ ആരെ വിളിക്കാനാ? നീയല്ലേ, പിന്നെ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. ഉം കൺട്രോൾ എന്നത് എനിക്കും ഉണ്ട്. ചിലപ്പോൾ അതങ്ങ് പോയെന്ന് വരും. അങ്ങനെയാണോ? അതും പറഞ്ഞ് അവൾ എന്നെ തന്നെ നോക്കിയിരുന്നു. ഞാൻ ഒന്നും മിണ്ടാതെ അവളുടെ കണ്ണിൽ തന്നെ നോക്കിയിരുന്നു. പതിയെ അവളുടെ മുഖത്തെ ചിരി മാഞ്ഞു. സുമി, മെസ്സേജ് അയക്ക്, എനിക്ക് വീണ്ടും ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ കോൾ കട്ട് ചെയ്തതിന് പിന്നാലെ അവളുടെ മെസ്സേജ് വന്നു. എന്താടാ? ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള, ഇന്റിമസി ആയിട്ടുള്ള കാര്യങ്ങളാ. നിനക്ക് ബുദ്ധിമുട്ടില്ലല്ലോ? ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ട്? നീ ചോദിച്ചോടാ. ഞാൻ കോൾ കട്ട് ചെയ്തതിന് പിന്നാലെ അവളുടെ മെസ്സേജ് വന്നു. എന്താടാ? ഞാൻ ഒരു കാര്യം ചോദിക്കാനാണ്. എന്താ? നീ ചോദിക്കാൻ. അവർ തമ്മിൽ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. രണ്ടുപേരും പറയാതെ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം പറഞ്ഞു തീർത്തു. സുമി, നാളെ എനിക്ക് ഓഫാണ്. ഫ്രീ ആണെങ്കിൽ നീ വീട്ടിലോട്ട് വാ, നമുക്ക് കത്തിയടിച്ചിരിക്കാടോ. ഇല്ല മോനെ, നാളെ കുറച്ച് ബിസിയാണ്. ഫ്രീ ആകുമ്പോൾ ഞാൻ അങ്ങ് വരാം. എന്നാൽ അങ്ങനെയാട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നേരം വെളുത്തെഴുന്നേറ്റപ്പോൾ ഒരുപാട് വൈകിയിരുന്നു. കുളിച്ചു ഭക്ഷണം കഴിച്ചപ്പോൾ 12 മണി കഴിഞ്ഞു. അമ്മയെയും അച്ഛനെയും കാണാതായപ്പോൾ ഞാൻ അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു. അപ്പോഴാണ് അവർ കുറച്ചു മുമ്പ് ടൗണിൽ ഡ്രസ് എടുക്കാൻ പോയതാണെന്നറിഞ്ഞത്. അടുത്ത ആഴ്ച ഒരു കസിന്റെ കല്യാണം പാലക്കാടുണ്ട്. അതിനുള്ള പർച്ചേസിങ്ങിലാണ് അവർ. നേരം വൈകിയെന്നറിഞ്ഞപ്പോൾ ഞാൻ സുമിയെ ഒന്ന് വിളിക്കാമെന്ന് കരുതി മെസ്സേജ് അയച്ചു. ഗുഡ് മോർണിംഗ്. തീർന്നോ? ഇല്ലടാ. നീ എവിടെയാണ്? ഞാൻ വീട്ടിൽ, അല്ലാതെ എവിടെ പോകാൻ? അമ്മയും അച്ഛനും കൂടെ ടൗണിൽ പോയിരിക്കുക. വിളിച്ചപ്പോൾ നേരം വൈകിയെന്ന് പറഞ്ഞു. എടാ, എനിക്ക് വായിക്കാൻ കുറച്ച് ബുക്സ് വേണം. ഞാൻ ഇവിടെ ഉള്ളത് തരാം. എല്ലാം നോവലുകളാണ് കൂടുതലും. ആ, നോവൽസ് തന്നെയാണ് എനിക്കും വേണ്ടത്. നീ ഇപ്പൊ വരുന്നുണ്ടോ? ഇല്ലടാ, ഇപ്പൊ കുറച്ച് ബിസിയാ, പിന്നെ വരാട്ടോ. അതും പറഞ്ഞ് അവൾ പോയി. ഞാൻ അവളെയും ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. നോക്കിയപ്പോൾ സുമിയാണ് ഒരു ചിരിയോടെ മുന്നിൽ നിൽക്കുന്നു. എന്താണ് ബിസി ഗേൾ? ഇവിടെ ആരും ഇല്ല. അപ്പോൾ നീയോ? ഒന്ന് മാറി നിക്കടാ, എനിക്ക് കുടിക്കാൻ എന്തേലും എടുത്തേ. കേറ് കേറ്. അവൾ വന്ന് അകത്തിരുന്നു. ഇരുന്നപ്പോൾ കാലിൽ കാല് കയറ്റി വെച്ചാണ് ഇരിക്കുന്നത്. എനിക്കത് കണ്ടപ്പോൾ ശരിക്കും ചിരിയാണ് വന്നത്. ഞാനൊരു ചിരിയോടുകൂടി അകത്തു പോയി വെള്ളം കുടിക്കാൻ എടുത്തോണ്ട് വന്നപ്പോഴേക്കും സുമി എന്നോട് ചോദിച്ചു. എടാ, നീ പാലക്കാട് കല്യാണത്തിന് വരുന്നുണ്ടോ? ഞങ്ങളെല്ലാരും പോകുന്നുണ്ട്. ഒരുമിച്ച് പോകാന്നേ. ഏയ്, ഞാനങ്ങും ഇല്ലടോ. ബോറിംഗ് ആയിരിക്കും. നിങ്ങൾ പോയിട്ട് വാ. സൺഡേ ആയോണ്ട് നിനക്ക് അവധിയല്ലേ? സത്യത്തിൽ എനിക്കും പോകാൻ താല്പര്യമൊന്നുമില്ല. പോയാൽ പിറ്റേ ദിവസത്തേക്കേ വരാൻ പറ്റും. അത് മാത്രമല്ല, 2 ക്ലാസ് പോകും. എന്നാൽ നീയും പോണ്ട. പിന്നെ നീ എന്താ വന്നേ? അവൾ ഇരിക്കുന്ന പൊസിഷനിൽ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് കുനിഞ്ഞിരുന്നു. ഡി, നീ നേരെ ഒന്നിരുന്നേ എന്ന് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് നോക്കി. ഓ, എന്ത് പറഞ്ഞാലും നിനക്ക് ഇത് മാത്രമേ ഉള്ളൂ.
നീയല്ലേ കാണുന്നേ, കുഴപ്പമൊന്നുമില്ല. എന്താ മാഷെ, കൺട്രോൾ പോകുന്നുണ്ടോ? അവൾ അത് ചോദിക്കുമ്പോൾ എനിക്ക് എന്നിലുണ്ടായ മാറ്റം നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് അവൾക്കും മനസ്സിലായി. അവളുടെ മുഖത്തും നാണം കൊണ്ടൊരു ചിരി മിന്നി വന്നിരുന്നു. ഞാൻ റൂമിലേക്ക് പോയി ബുക്സ് ഞാൻ കാണിച്ചു കൊടുത്തു. അവൾ റൂമിൽ നിൽക്കുമ്പോൾ എനിക്ക് ആ നിമിഷം എന്തും ചെയ്യാമെന്നൊരു തോന്നൽ വന്നു. ചിലപ്പോൾ തലേന്ന് സംസാരിച്ചതിലുള്ള ഊർജമായിരിക്കാം. പുസ്തകങ്ങൾ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ പുറകിലേക്ക് ഞാൻ ചെന്ന് നിന്നു. 2 നോവൽ എടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് അവൾ അങ്ങ് പെട്ടെന്ന് പോയി. എനിക്ക് ഒരു ഷോക്കായിരുന്നു അവളുടെ ആ പെട്ടെന്നുള്ള റിപ്ലൈ. എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല. അവൾക്കും മനസ്സിലായി എനിക്കത് വിഷമമായെന്ന്. ശരി, വേഗം പൊക്കോളൂ. സുമി ഇറങ്ങുന്നത് നോക്കി നിൽക്കാതെ ഞാൻ ബാത്റൂമിൽ കയറി. തിരിച്ചു വന്നപ്പോഴേക്കും അവൾ പോയിരുന്നു. സുമി പല പ്രാവശ്യം മെസ്സേജ് അയച്ചെങ്കിലും ഞാൻ റിപ്ലൈ ചെയ്തില്ല. ഒരുപാട് തവണ വിളിച്ചു. പിന്നീട് അവളും സംസാരിക്കാതായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അമ്മയും അച്ഛനും കൂടി പാലക്കാട് പോകുന്നതിന് തലേ ദിവസം രാത്രി എനിക്കൊരു മെസ്സേജ് വന്നു. നാളെ രാവിലെ 9 മണിക്ക് മുമ്പ് വീട്ടിൽ വന്ന് നിന്റെ നോവൽ വാങ്ങിച്ചുകൊണ്ട് പോകണം. അത്രമാത്രം പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. എന്റെ മനസ്സിൽ ആകെ ചോദ്യങ്ങളായി. നാളെ അപ്പോ സുമി പോകുന്നില്ലേ? അമ്മയും അച്ഛനും മാമനും കൂടെ 7 മണിക്ക് പോകുമെന്നാണല്ലോ പറഞ്ഞത്. അവളുടെ അടുത്തേക്ക് പോകണോ അതോ പോകണ്ടേ എന്നൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു. അങ്ങനെ നേരം വെളുത്തു. ഞാൻ എഴുന്നേൽക്കുമ്പോൾ സമയം 8 കഴിഞ്ഞിരുന്നു. ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ തന്നെ അച്ഛനും അമ്മയും കല്യാണത്തിന് പോയിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് സുമിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ കാട്ടിലൂടെ വന്നുകൊണ്ടിരിക്കുക. നീ വേഗം വായോ, എനിക്ക് ഇറങ്ങണം. ദാ വരുന്നു. ഞാൻ സുമിയുടെ വീടിന്റെ കാട്ടിലേക്കുള്ള ഗേറ്റിലെത്തി. അവളെ അവിടെയെങ്ങും കണ്ടില്ല. ഞാൻ അവൾ പോയി കാണുമെന്ന് കരുതി പെട്ടെന്നൊരു മെസ്സേജ് വന്നു. നീ ബുദ്ധിമുട്ടില്ലെങ്കിൽ അകത്ത് കയറിയൊന്നിരിക്ക, ഞാൻ ഇപ്പോൾ വരാം. ഞാൻ അകത്ത് കയറി അവിടെ ഉണ്ടായിരുന്ന സെറ്റിയിലിരുന്നു. പെട്ടെന്ന് ഫോണിൽ മെസ്സേജ് വന്ന ശബ്ദം കേട്ടു നോക്കിയപ്പോൾ അവളുടെ മെസ്സേജാണ്. എടാ, ഞാൻ പറയാതെ നീ കണ്ണു തുറക്കരുത്. അതെന്തിനാ? ഉടക്കാൻ നിൽക്കരുത്. ഇപ്പോൾ പറഞ്ഞത് കേൾക്കാൻ പറ്റുമോ നിനക്ക്? ശരി, കേൾക്കാം. കുറച്ചു കഴിഞ്ഞ് അവളുടെ കാൽപെരുമാറ്റം കേട്ടു. കാച്ചിയ എണ്ണയുടെ മണം എന്റെ മൂക്കിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങി. പെട്ടെന്ന് അവളുടെ തണുത്ത വിരലുകൾ എന്റെ കണ്ണുകളെ പൊതിഞ്ഞു. അവൾ എന്റെ മടിയിലിരുന്നു. പതിയെ എന്റെ കാതിലേക്ക് അവളുടെ ചുണ്ടുകൾ കൊണ്ടുവന്നു. നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, നീ ഇനിയൊന്ന് മെല്ലെ കണ്ണു തുറന്നേ. ഞാൻ മെല്ലെ കണ്ണു തുറന്നു. എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഞാൻ കണ്ണു തുറന്നതും എന്റെ മനസ്സിനെ ഞാനിരുന്ന ചെയറിൽ നിന്നും അവളിലേക്ക് യാന്ത്രികമായി എത്തിച്ചു. അവളിലേക്ക് എത്തും തോറും ഞാൻ അവളിൽ പലതും കൂടുതലായി കാണാൻ തുടങ്ങി. അവൾ മുടി പിന്നിലേക്ക് കെട്ടിവെച്ചിരിക്കുന്നു. എന്റെ പെണ്ണ് എങ്ങനെ വേണമെന്ന് ആഗ്രഹിച്ചോ അതേപോലെയാണ് സുമി നിന്നിരുന്നത്. മനു അവനെ സർപ്രൈസ് ആക്കിയ എന്ത് കാഴ്ചയായിരിക്കും അവിടെ കണ്ടത്? പിന്നീട് അവിടെ എന്തെല്ലാമായിരിക്കും നടന്നത്? അവരുടെ ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? എങ്കിൽ നേരെ എന്റെ ടെലിഗ്രാം ചാനലിൽ വന്ന് അഡ്മിന് മെസ്സേജ് അയച്ചോളൂ. അവിടെ നിങ്ങൾക്ക് ഇതിന്റെ ഓപ്പൺ വെർഷൻ കേൾക്കാം. അപ്പോൾ പുതിയൊരു സ്റ്റോറിയുമായി വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ.